വേൾഡ് കപ്പ് ഏതാ ടീം കളിയൊക്കെ നടക്കണല്ലേ? എനിക്ക് അതിന് ടീമൊന്നുമില്ല. എനിക്ക് മെസ്സി ഭയങ്കര ഇഷ്ടമാണ്, റൊണാൾഡോ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോന്റെ ഭയങ്കര ഫാനാണ് ഇവർ രണ്ടുപേരും. മോന്റെ ഭയങ്കര ഫാനാണ്, മോന് ഭയങ്കര ഫാനാണെന്ന് ഇവര്. അങ്ങനെയാണ് ഈ പേരുകൾ എപ്പോഴും എനിക്ക് വരാൻ. ഞാൻ ഫുട്ബോൾ പ്ലെയർ ഒന്നും അല്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടി ഇറങ്ങും. അങ്ങനെയുണ്ട്. കളി ഫുട്ബോൾ കളിക്കും. ഞാൻ ക്രിക്കറ്റ് കളിച്ചല്ലോ, അതൊക്കെ 2 വിക്കറ്റ് എടുത്തു, അതൊന്നും പ്രശ്നമില്ല. കളിക്കുക. നമ്മൾ ഒരു സ്ഥലത്തും തോൽക്കാൻ പാടില്ല. നിങ്ങളാണെങ്കിലും നിങ്ങളിപ്പോൾ നിൽക്കുന്ന മാധ്യമ രംഗത്തല്ലേ, എന്ത് കാര്യങ്ങളും നമ്മൾ മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുക. തോൽവി വേണ്ട, ജയത്തിനുള്ള മുന്നോടിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം കുടുംബത്തിന് വേണ്ടി. പിന്നെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ നമ്മളെയൊക്കെ കാത്ത് അച്ഛൻ അമ്മ മാത്രമല്ല, അവരുടെയും അച്ഛനും അമ്മമാരൊക്കെ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടാവും. അവർക്കൊന്നും വിഷമം കൊടുക്കാതെ നിങ്ങളൊക്കെ നന്നായിട്ട് പോവുക. അത്രേ ആഗ്രഹമുള്ളൂ. ബിഗ് ബോസിലേക്ക് ഉണ്ടാവും. കാരണം എനിക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ പ്രായമായ അമ്മയുണ്ട്, 80 അടുത്തായ അമ്മയ്ക്ക്. ഇവിടെ അച്ഛനമ്മ എല്ലാവരും ഫോൺ വരാതെ എൻ്റെ മോനെ ഒന്നും വിളിക്കാതെയും ഈ സമയത്ത് അവനെനി കൂടി ഒന്ന് 2 വർഷം കഴിഞ്ഞാൽ അവൻ്റെ ജോലിയും കാര്യമായിട്ട് പോകും. ഈ 2 വർഷം കൂടി എനിക്ക് എൻ്റെ മോനും കാര്യങ്ങളൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഫോണൊന്നും കിട്ടിയില്ല ഞാൻ വല്ലാതെ കോള് വന്നിട്ടുണ്ടായിരുന്നോ? ഓളൊക്കെ എപ്പോഴും ഈ പറയണതല്ലേ ആൾക്കാരെ എന്നെ നേരിട്ട് വിളിച്ചാൽ അവർക്ക് അറിയാം. ഞാൻ ഇപ്പോൾ പോവില്ല. നിങ്ങൾ കുറേ നാളെ ചോദിച്ചാൽ മതി, പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ അവസരം ഞാൻ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്, ഒന്ന് പോകണം. അല്ല, ഇതേപോലെ നുണ പറഞ്ഞിട്ടുള്ളവരാണ് സാധാരണ പോവാറ്. ഞാൻ നുണ പറയില്ല. ഞാനിപ്പോൾ പോവില്ല. പ്രായോഗികമായിട്ട് പോയാൽ കപ്പ് മേടിച്ചിട്ട് തിരിച്ചു വരാൻ മാത്രമൊക്കെ പോകും. അല്ലെങ്കിൽ പോയിട്ട് വലിയ കാര്യമില്ല. നാളെ വിട്ട് പോകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഒരു അഭിപ്രായം മാത്രമേ എല്ലാവരും ഉള്ളൂ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഈ PR വർക്കിന് പുറകെയൊന്നും പോകാതെ നിങ്ങൾ എന്തെങ്കിലും തെറ്റെന്ന് പറഞ്ഞാൽ അത് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റിയ ഒരാളാണ് ഞാൻ. നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ്, അത് മറക്കരുത്. നിങ്ങൾ പറഞ്ഞോ, ഞാനത് തിരുത്തും. അതിനുള്ള ഒരു മനസ്സുള്ള ആളാണ്. ഓക്കെ, താങ്ക് യു.